വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഇഷ്യൂസ് അറ്റ് മാറ്ററിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്, ദ അൺസറണ്ടർഡ് പീപ്പിൾ. ദ അൺസറണ്ടർഡ് പീപ്പിൾ ബൈ ആരാണ്? കെൻസ ബ്യൂറോ OE. അപ്പോൾ OE എന്നൊരു ക്വസ്റ്റ്യൻ, OE എന്ന് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് അൺസറണ്ടർഡ് പീപ്പിളിലെ ക്വസ്റ്റ്യൻ ആണെന്ന്. മിക്ക ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒരു OE എന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത് ഏത് യൂണിറ്റാണ്. OE എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാതെ ഇതാണ് ദ അൺസറണ്ടർഡ് പീപ്പിളിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി OE പറ്റി ജസ്റ്റ് 2 ലൈൻ എഴുതിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം? OE എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് നോവലിസ്റ്റാന്ന് എഴുതാം, ഷോർട്ട് സ്റ്റോറി റൈറ്ററാന്ന് എഴുതാം, അതുപോലെ തന്നെ ജാപ്പനീസ് കണ്ടംപററി ലിറ്ററേച്ചറിലേക്ക് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു ആളും കൂടിയാണ്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഒരു നോവലിസ്റ്റാന്ന് എഴുതാം, ഷോർട്ട് സ്റ്റോറി റൈറ്ററാന്ന് എഴുതാം, അതേപോലെ തന്നെ ജാപ്പനീസ് കണ്ടംപററി ലിറ്ററേച്ചറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു ആളും കൂടിയാണ്. അതുപോലെ നോബൽ പ്രൈസും കൂടി റിസീവ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ ഈ പറയുന്ന OE എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? OE പറ്റിയുള്ള ഇൻഫോർമേഷൻസ് മെൻഷൻ ചെയ്യാം. അപ്പോൾ അൺസറണ്ടർഡ് പീപ്പിൾ എഴുതിയേക്കുന്നത് OE എന്ന വ്യക്തിയാണ്. ഇനി ഇതിൻ്റെ കഥയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ OE എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അൺസറണ്ടർഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ OE കാണിക്കുന്നത് നമ്മുടെ ഹിരോഷിമ നാഗസാക്കിയിലുണ്ടായ ആറ്റം ബോംബ്, ആ സംഭവം, ആ ഒരു സ്റ്റോറിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറി എന്നല്ല, ആ ഒരു ഇൻസിഡൻറ്റിനെ വേറൊരു ഇൻസിഡൻ്റായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഇതിൽ പറയുന്നത്. അപ്പോൾ അമേരിക്കക്കാർ നമ്മുടെ വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ജാപ്പനീസ് അല്ലെങ്കിൽ ജപ്പാനിൽ എന്ത് ചെയ്തത്? ഈ ഒരു ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത സ്ഥലമാണ് ഹിരോഷിമ, അതുപോലെ നാഗസാക്കി എന്ന 2 സ്ഥലങ്ങളിൽ. അപ്പോൾ OE പറയാണ് ഇവിടെ നമ്മുടെ വേൾഡിൽ 2 കാര്യങ്ങളുണ്ട്, തെറ്റുണ്ട് ശരിയുണ്ട്, ഗുഡ് ആൻഡ് ബാഡ് അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ OE പറയാണ് ഇവിടെ ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹിരോഷിമയിലെ ആൾക്കാരും, അവിടെ ബാഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ വന്ന് ഡ്രോപ്പ് ചെയ്ത ആ ഒരു ആറ്റം ബോംബിനെയാണ്. അപ്പോൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഗുഡും ബാഡും ഉണ്ടോ? എപ്പോഴും ഗുഡായിരിക്കും ജയിക്കുക. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കക്കാർ ഈ ഒരു ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഓൾറെഡി ഒരു കാൽക്കുലേഷൻ ഉണ്ടായെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സംഭവം ഹിരോഷിമയിലാണ് വീഴുന്നെങ്കിൽ അല്ലെങ്കിൽ ജപ്പാനിലാണ് വീഴുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ആൾക്കാർ കയറി വരും, തിരിച്ചു വരും എന്ന് അവർക്ക് ഉറപ്പുണ്ടായി. കാരണം അവിടുത്തെ ആൾക്കാരുടെ ഹ്യൂമാനിസം അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, അവരുടെ എഫേർട്ട്, കറേജ് എല്ലാം വളരെ വലുതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കാർ എന്ത് ചെയ്തത്? ആ ഒരു ആറ്റം ബോംബ് ഹിരോഷിമയെ കൊണ്ട് തന്നെ ഇട്ടത്. അവർ ആദ്യം പ്ലാൻ ചെയ്ത് കോൺഗോ എന്ന സ്ഥലത്തായിരുന്നു, CONGO, കോൺഗോ എന്ന സ്ഥലത്തായിരുന്നു ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ഹ്യൂജ് പോപ്പുലേഷനും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇത്രയും പവർഫുൾ അല്ലായിരുന്നു. അവിടെയൊക്കെയാണെങ്കിൽ ബോംബ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ എല്ലാവരും മരിച്ചു പോയതിനും ആ നാട് തന്നെ നശിച്ചു പോയതെന്നാണ് പറയുന്നത്. പക്ഷേ ഹിരോഷിമയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ഈ ബോംബ് ഈ ഡ്രോപ്പ് ചെയ്ത സമയം കഴിഞ്ഞിട്ട് അപ്പം തൊട്ട് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒന്നിനല്ല പോയത്, മറിച്ച് അവരെന്താണ് അപ്പം തൊട്ട് അവർ എഫേർട്ട് തുടങ്ങി. എന്താണ്? അവരുടെ രാജ്യത്തിന് എങ്ങനെയും തിരിച്ച് കൊണ്ടുവരണം, പഴയ പോലെ ആക്കണമെന്ന് കരുതി അവരെന്ത് ചെയ്തു? അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ചെയ്തത്. അങ്ങനെ ആ രാജ്യം ഇപ്പോൾ സെറ്റപ്പായിട്ട് തന്നെ വന്നു. അപ്പോൾ അതാണ് OE പറയുന്നത്. അപ്പോൾ OE ഈ ഒരു ഇൻസിഡൻറ്റിനെ ഒരു വേറെ ഇൻസിഡൻ്റായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റഫർ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തായിട്ടാണ്? നമ്മുടെ ബൈബിളിലുള്ള ഒരു കാര്യമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പണ്ട് കാലത്ത് ജീസസ് എന്ത് ചെയ്തു? വലിയൊരു ഫ്ലഡ്, ഒരു ഗ്രേറ്റ് ഫ്ലഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ജീസസ് നോവ എന്നൊരാളെ മാത്രം ബാക്കി വെച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബാക്കി വയ്ക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം ഫുള്ളും ഇങ്ങനെ ഫ്ലഡ് വന്ന് പോയാലും നോവ എന്നൊറ്റ വ്യക്തിയുടെ വിൽ പവർ കൊണ്ട് ഈ നാട് തിരിച്ചു വരുമെന്ന് ജീസസിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജീസസ് ആ ഗ്രേറ്റ് ഫ്ലഡ് അവിടെ കൊണ്ടുവന്നത്. ഈ നോവയ്ക്ക് പകരം വേറെ ആരെ ബാക്കി വെച്ചാലും ഈ നാട് ഡെവലപ്പായി വരില്ല എന്ന് ജീസസിന് അറിയായിരുന്നു. അതേപോലെ തന്നെ അമേരിക്കക്കാരും പറയുന്നത് ഇത് വേറെ സ്ഥലത്താണ് കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർ തിരിച്ചു വരില്ല എന്നും, ഹിരോഷിമയിലായിരുന്നു ഇത് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നാഗസാക്കിയിൽ ജപ്പാനിലാണ് ഇത് ഇട്ടുകൊണ്ട് മാത്രമാണ് അവർ തിരിച്ചു വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ കൂടി ഇവിടെ നടത്തുന്നുണ്ട്. ഇവിടെ ഇനി മെയിനായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പാരിസൺ ഉണ്ട്. ഹിരോഷിമയിലെ ആറ്റം ബോംബുമായിട്ട് എന്തിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്? ആ ഒരു ഗ്രേറ്റ് ഫ്ലഡിനാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ കാണിക്കുന്നത് എന്താണ്? അമേരിക്കക്കാർക്ക് ഓൾറെഡി കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ഇത് വേറെ സ്ഥലത്താണ് ഇട്ടിരുന്നെങ്കിൽ ഇവർ രക്ഷപ്പെടില്ലായിരുന്നു. ആ സ്ഥലം ഏതാ പഠിച്ചേക്കുക? കോൺഗോ എന്ന സ്ഥലത്താണ് അവർ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഇവിടുത്തെ ആൾക്കാരുടെ ഹ്യൂമാനിസം അല്ലെങ്കിൽ ഗുഡ് വില്ലാണ് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ അൺസറണ്ടർഡ് പീപ്പിളിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇനി സമ്മർ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കപ്പോൾ വേണമെങ്കിൽ ഇത് വായിച്ചു നോക്കാം. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ, അത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് ഞാൻ ഈ സമ്മറി കാണിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് അത് വായിച്ചു നോക്കാം. സമ്മറി പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം 50 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സുഖമായിട്ട് സമ്മറി ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് മലയാളം ജസ്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോ. ഡൗട്ട് വന്നാൽ നമുക്ക് കമ്പയർ നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് തന്നെ കാണിക്കാം.